പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സോളാർ പമ്പിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അതിൻ്റെ പാനലിൻ്റെ സ്പെസിഫിക്കേഷനും മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചെറിയ മോട്ടറുകളെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാറ്. ഇതാണ് അതിൻ്റെ ഡിസ്ചാർജ്. ഇത് 12 മീറ്റർ വരെ ഹൈറ്റിലേക്ക് തള്ളും. അപ്പോൾ നമ്മൾ അടുത്തത് ടെസ്റ്റിംഗ് എടുക്കുന്നത് 24 വോൾട്ട് 200 വാട്ട്സിൻ്റെ തന്നെ 2 ഇഞ്ചാണ് ഇതിൻ്റെ ഡെലിവറി സൈസ് വരുന്നത്. ഇത് ഭയങ്കര ഹെവിയാണ്. 2 ഇഞ്ചിൻ്റെ പൈപ്പ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സോളാർ പമ്പുകളെ കുറിച്ചാണ്. ആക്ച്വലി സോളാർ പമ്പുകളെ കുറിച്ചുള്ള കുറേ വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്ന സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യുന്ന ഇതേപോലെ സാധാരണ കിണറിൽ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടറുകളെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാറ്. ഇത് ഐറ്റം കുറച്ച് നാളായിട്ട് അവൈലബിൾ ആയിരുന്നില്ല, ഇപ്പോൾ വന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ഇതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളും ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഡെമോയും കാര്യങ്ങളും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ മെയിനായിട്ട് 3 മോഡലുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാം സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യുന്ന മോഡലാണ്. 24 വോൾട്ടിൻ്റെയാണ്. നമ്മുടെ ഈ മുകളിൽ വയ്ക്കുന്ന ഇതേപോലത്തെ പമ്പുകൾക്കും എൻക്വയറി വരാറുണ്ട്. ഇത് 24 വോൾട്ടും 12 വോൾട്ടിലും വരുന്ന 170 വാട്ട്സ് 280 വാട്ട്സ് ഒക്കെ വരുന്ന ചെറിയ മോഡലുകളാണ്. ഇതും സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. മേളിൽ വയ്ക്കുന്ന സാധാരണ ഫുഡ് വാൽവ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുമാണ്. നമ്മൾ ഇന്നത്തെ ഡെമോയ്ക്ക് വേണ്ടി എടുക്കുന്നത് 2 സബ്മേഴ്സിബിൾ പമ്പുകളാണ്. അതാണ് ഫിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈസി. മറ്റേത് എയർ കയറാതെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 2 സബ്മേഴ്സിബിൾ പമ്പുകളുടെ ഡെമോയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തരിക. പിന്നെ ഉള്ള ഒരു കാര്യം, നമുക്കിന്ന് പാനൽ നമ്മുടെ അടുത്തില്ല. നമ്മുടെ അടുത്തുണ്ടായിരുന്ന പാനൽ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു SMBS ത്രൂ ആയിരിക്കും നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഡയറക്റ്റ് പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മോഡൽസാണ്. നമ്മളതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസിനായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 28 വോൾട്ട് ഔട്ട്പുട്ടുള്ള ഒരു AC to DC കൺവേർട്ടർ SMBS ഉപയോഗിച്ചാണ് നമ്മൾ ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. പാനലുള്ളവർക്ക് ഡയറക്റ്റ് കൊടുക്കാം. അതിൻ്റെ പാനലിൻ്റെ സ്പെസിഫിക്കേഷനും മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വാട്ട്സ് 24 വോൾട്ട് വരുന്ന ഒരു ചെറിയ മോഡലാണ്. ഇതിൻ്റെ ഡെലിവറി സൈസ്, അതായത് പുറത്തേക്കുള്ള പൈപ്പ്ലെറ്റ് സൈസ് വരുന്നത് 1 ഇഞ്ചാണ്. ഇത് മാക്സിമം 12 മീറ്റർ വരെ കുത്തനെ തള്ളും. അതായത് ആവറേജ് ഒരു 5000 ലിറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 5000 ലിറ്ററാണ് ഇതിൻ്റെ ഡിസ്ചാർജ് പറയുന്നത്. ഇതിലേക്ക് പാനൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര വാട്ട്സിൻ്റെ പാനലാണോ യൂസ് ചെയ്യുന്നത്, ഏകദേശം 30% എക്സ്ട്രാ കണ്ടിട്ട്. ഇപ്പോൾ 200-ൻ്റെ ആണെങ്കിൽ ഒരു 250 വാട്ട്സിൻ്റെ 24 വോൾട്ടിൻ്റെ സിംഗിൾ പാനലിൽ ഇത് വർക്ക് ചെയ്യും. 12 മീറ്റർ, ഒരു 30 അടിയുടെ മേലെയൊക്കെ ഈസി ആയിട്ട് വെള്ളം പമ്പ് ചെയ്യുകയും ചെയ്യും. ഈ മോഡൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ SMBSലൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഞാൻ ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ SMBSൽ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. 28 വോൾട്ട് ഔട്ട്പുട്ടുള്ളൊരു SMBS ആണിത്. അതിൻ്റെ ന്യൂട്രലും ലൈനും ഫേസും നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാത്ത രീതിയിൽ കൊടുക്കണം. അത് ഏത് ബോട്ടിൽ വേണമെങ്കിലും കൊടുക്കുക. ഈ പോസിറ്റീവ് കൊടുത്തേക്കുന്നിടത്ത് പോസിറ്റീവ്, നെഗറ്റീവ് കൊടുത്തേക്കണ ഏത് ബോട്ടിൽ വേണമെങ്കിലും നെഗറ്റീവും കൊടുക്കുക. അപ്പോൾ അതാ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ വേറെ വെള്ളമോ ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട. നിങ്ങൾ സാധാരണ ചെയ്യാൻ നേരത്ത് ഇതിൽ ടഫ്ലോൺ കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ട് പൈപ്പ് ലൂസില്ലാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഡെമോ ആയിരുന്നു, ജസ്റ്റ് പൈപ്പ് കയറ്റുന്നേ ഉള്ളൂ. ഇനി ഇതാ കണക്ഷൻ കഴിഞ്ഞു. ജസ്റ്റ് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. പൈപ്പ് ഊരിപ്പോരാതെ നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു ഡെമോ പർപ്പസ് ആയിരുന്നു. ഞാനത് അധികം ടൈറ്റായിട്ടല്ല വെച്ചേക്കുന്നത്. ചിലപ്പോൾ തള്ളിപ്പോരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഊരിപ്പോരുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പിടിപ്പിക്കാം. ഓൺ ചെയ്യാൻ പോവാണ്. ഇത് സ്ലോ ആയിട്ടാണ് ഡ്രൈവായി വരുള്ളൂ. ഇതിൽ ഒരു ഇൻബിൽറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടർ പതിയെ സ്ലോ ആയി വെള്ളം വന്ന് തുടങ്ങിയിട്ട് പയ്യെ ആയിരിക്കും അതിൻ്റെ ഫോഴ്സിലേക്ക് എത്തുക. ഡിസ്ചാർജ് പയ്യെ വന്നു, കൂടി 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 കൂടിയായിരിക്കും വെള്ളം വരിക. ഫോഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ സാധാരണ ചില ആൾക്കാർ നമ്മുടെ സാധാരണ കറണ്ടിൽ വർക്ക് ചെയ്യിക്കാനായിട്ട്, അതായത് നമ്മുടെ ഇൻവേർട്ടർ സപ്പോർട്ടൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് സാധാരണ സബ്മേഴ്സിബിൾ മോട്ടറിന് കൺസപ്ഷൻ കൂടുതലായിരിക്കും, അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടും കൂടുതലായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം ആയി കഴിയുമ്പോൾ ഇത് സ്ലോ ആയിട്ട് ഡ്രൈവായി വരുന്ന കാരണം ഇതിന് സ്റ്റാർട്ടിങ് കറണ്ട് വളരെ ചെറുതായിരിക്കും, പയ്യെ ആയിരിക്കും കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇൻവേർട്ടർ ഓവർലോഡ് ആവാതെ ഇതേപോലെ വർക്ക് ചെയ്യും.
സിമ്പിളായിട്ട് പാനലിൽ നിന്ന് വർക്ക് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഡിസ്ചാർജ്. ഇത് 12 മീറ്റർ വരെ ഹൈറ്റിലേക്ക് തള്ളും. അത്യാവശ്യം നല്ല ഡിസ്ചാർജ് ഉണ്ട്, നല്ല ഫോഴ്സ് ഉണ്ട്. കണ്ടറിയാം, കാണാമോ വീഡിയോയിൽ? ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു 250 വാട്ട്സൊക്കെ 250 വാട്ട്സോ അതിൻ്റെ മേലോട്ടോ വരുന്ന 24 വോൾട്ടിൻ്റെ ഒരു സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യാവുന്ന മോഡലാണ്. ഇനി ഇതേ സ്പെസിഫിക്കേഷനിൽ തന്നെ നമുക്ക് 2 ഇഞ്ച് ഡെലിവറി ഉള്ള ഒരു മോഡലൂടെ ഉണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ക്ലാസിക് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഈ മോഡൽ വരുന്നത്. എല്ലാവരും വിലയുടെ കാര്യം എപ്പോഴും മെൻഷൻ ചെയ്യണമെന്ന് വീഡിയോയിൽ പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കി അറിയാം, ഒരു സാധനത്തിൻ്റെ വില ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ പലതവണ വ്യത്യാസം വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ ഇതിൻ്റെ വില വരുന്നത് 9000 രൂപയാണ് വില വരുന്നത്. 1 ഇയറാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ക്ലാസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഓൾ കേരള എവിടെ വേണമെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസിനുള്ളിൽ നമുക്കത് ഡെലിവറി എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പാഴ്സൽ ഓഫീസിലായിരിക്കും ഇത് സാധനം വരിക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് ഞാനിതൊരു വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് കൂടെ ഷെയർ ചെയ്യാം. അതാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാർഡ് പേയ്മെൻറ്റോ ഓൺലൈൻ പേയ്മെൻറ്റോ വഴി നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്നും, നമ്മുടെ തന്നെ സൈറ്റാണ്, നേരിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് കോളുകളും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആയി കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത മോഡലിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത മോഡലിനും സെയിം രീതിയിൽ തന്നെ കണക്ഷൻ കൊടുക്കുകയാണ്. നെഗറ്റീവും പോസിറ്റീവും മാറി പോകരുത്. നമ്മൾ പാനലിൽ നിന്നാണെങ്കിലും SMPSC നിന്നാണെങ്കിലും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകരുത്. അതുപോലെ തന്നെ പമ്പിൽ വെള്ളമില്ലാതെ ഒരു സമയത്തും ഇത് വർക്ക് ചെയ്യിക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തത് ടെസ്റ്റിംഗ് എടുക്കുന്നത് 24 വോൾട്ട് 200 വാട്ട്സിൻ്റെ തന്നെ 2 ഇഞ്ചാണ് ഇതിൻ്റെ ഡെലിവറി സൈസ് വരുന്നത്. മാക്സിമം 10 മീറ്റർ, ഏകദേശം 30 അടി വരെ വെർട്ടിക്കലായിട്ട് കുത്തനെ തള്ളുന്ന മോഡലാണ്. ഇതും സിംഗിൾ പാനൽ തന്നെ 250 വാട്ട്സിൻ്റെ 24 വോൾട്ടിൻ്റെ സിംഗിൾ പാനലുണ്ടെങ്കിൽ വർക്ക് ചെയ്യിക്കാം. ഏകദേശം 10000 ലിറ്റർ വരെ ഡിസ്ചാർജ് പറയുന്നുണ്ട്. 10000 ലിറ്റർ വരെ ഡിസ്ചാർജാണ് ഒരു മണിക്കൂറിൽ കമ്പനി അവകാശപ്പെടുന്നത്. ഇത് നമുക്ക് ചെറിയ കൃഷി ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം നിറയ്ക്കണം. അപ്പോൾ ആ സെയിം പമ്പ് പോലെ തന്നെയാണ്. നമ്മുടെ വെള്ളം വന്നു തുടങ്ങുന്ന നേരത്ത് പതിയെയാണ് ഡ്രൈവായി തുടങ്ങുള്ളൂ. മോട്ടർ ഡ്രൈവ് ആകുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വരും. ഇത് ഭയങ്കര ഹെവിയാണ്. നമ്മൾ 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇത്രയും വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ഡിസ്ചാർജായി. അപ്പം നമ്മൾ ഈ ഇത്രയും വലിയ 2 ഇഞ്ചിൻ്റെ പൈപ്പ് നിറഞ്ഞു വരുന്നതിനാണ് നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് മനസ്സിലാകാത്തത്. ഇത് ഭയങ്കര ഡിസ്ചാർജ് ഉണ്ടാവും. നമുക്ക് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ 10000 ലിറ്ററിന് മേലെ ഡിസ്ചാർജ് അതിനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു കൃഷിയിടങ്ങളിൽ തന്നെ അധികം ഹെഡ് വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് ഇതേപോലത്തെ ഓപ്പൺ വെൽ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ച മോഡൽസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ക്ലോസപ്പ് കാണിച്ചത് പുറത്തേക്ക് വെക്കണം. ഓക്കെ. അപ്പോൾ ഈ 2 ഇഞ്ച് ഡെലിവറി വരുന്ന 200 വാട്ട്സിൻ്റെ മോഡലിന് 12000 രൂപയുടെ അടുത്താണ് പ്രൈസ് വരുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻക്ലൂഡിങ് ടാക്സും ട്രാൻസ്പോർട്ടേഷനും എല്ലാം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പാഴ്സൽ ഓഫീസിലായിരിക്കും എത്തുക. നമുക്ക് ഹോം ഡെലിവറി പോലത്തെ സൗകര്യം ഈ കോഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ തൽക്കാലം ഇല്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സോളാർ പമ്പിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇത് ഏകദേശം 5000 രൂപയുടെ അടുത്ത് മാത്രമേ വില വരുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ 2 മോഡൽസിലാണ് വരുന്നത്. 12 വോൾട്ടിൽ വരുന്നുണ്ട്, 24 വോൾട്ടിൽ വരുന്നുണ്ട്. ഇതിന് രണ്ടിനും 1 ഇഞ്ച് സെക്ഷനും 1 ഇഞ്ച് ഡെലിവറിയാണ് വരുന്നത്. നമ്മുടെ സാധാരണ പമ്പുകൾ തന്നെ ആവറേജ് ഒരു 5-6 മീറ്റർ വരെ സെക്ഷൻ കിട്ടണം. സാധാരണ പമ്പുകൾക്ക് 7.5 പറയുന്നത്. ഇതൊരു 6 മീറ്റർ വരെ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് 280 വാട്ട്സ് ആണ്. 1 ഇഞ്ച് ഔട്ട്ലെറ്റ്, 1 ഇഞ്ച് ഡെലിവറി. ഇതിൻ്റെ ഡിസ്ചാർജ് 1500 ലിറ്റർ വരെയാണ് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ഹെഡ് പറയുന്നത് 25 മീറ്ററാണ്. അതായത് 24 വോൾട്ടിൻ്റെ മോഡലിന് വരുന്നത് 25 മീറ്ററും ഇതിൻ്റെ തന്നെ 12 വോൾട്ടിന് വരുന്ന 170 വാട്ട്സിന് വരുന്നത് ഏകദേശം 15 മീറ്ററുമാണ്. അപ്പോൾ മറ്റേത് 12 വോൾട്ടിൻ്റെ സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യും. ഇത് നമ്മുടെ 24 വോൾട്ടിൻ്റെ സിംഗിൾ പാനലിൽ വർക്ക് ചെയ്യും. ഇത് ഇതേപോലത്തെ മോഡൽ വരുന്നത് ഫുഡ് വാൽവ് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈസിലി ആയിട്ടുള്ള പോർട്ടബിൾ മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാം. പിന്നെ ചെറിയൊരു സെക്ഷൻ പൈപ്പ് ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനും പറ്റും. വിലയും കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം എന്തായാലും ആവശ്യം വരുന്നൊരു പ്രൊഡക്റ്റാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ പാനലാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഡിമാൻഡ്സും ഉണ്ടായിരുന്നു, ഇതിന് ഒരുപാട് എൻക്വയറീസും ഉണ്ടായിരുന്നു. അവൈലബിലിറ്റി ആയിരുന്നു പ്രശ്നം. ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്കുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഡയറക്റ്റ് വാങ്ങുന്നെങ്കിൽ അങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്